ഞാനിപ്പോ ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യം ഐ നോ ഇതായിരിക്കും ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇൻ കേരള. അതിതീവ്ര മത ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ കുറച്ചധികം കാലമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ശബരിമലയിലെ അയ്യപ്പനും വാവരും. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ വേണ്ട ഇന്ത്യയിലെ മതസൗഹാർദ്ദത്തിന്റെ ദ ബിഗ്ഗസ്റ്റ് ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ശബരിമല അയ്യപ്പൻ ആൻഡ് വാവർ സ്വാമി, അല്ലേ? നമ്മളതിൽ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഈ വക്കഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രം എ സർട്ടൻ പീപ്പിൾ ലൈക്ക് ഒരു സർട്ടൻ സ്ഥലത്ത് നിന്ന് മാത്രം ഭയങ്കരമായിട്ടുള്ള കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരാണ് വാവർ? ഹൂസ് വാവർ? വാവർ എന്ന് പറയുന്നത് ചില ആളുകളുടെ ഗൂഢതന്ത്രമായിരുന്നു. ശബരിമലയിൽ വരുന്ന സ്വാമിമാരുടെ പണം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഈ വാവർ. അതായിരുന്നു വാവർ എന്ന് പറയുന്നത്. വാവുരൻ എന്ന് പറഞ്ഞ ഒരു ഭൂതഗണത്തിനെ വാവരാക്കി മാറ്റിയത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രൂഫ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പറഞ്ഞു വെച്ചതും ആരൊക്കെയോ എഴുതി വെച്ച കാര്യങ്ങളോ അല്ലാതെ ഒരു തരത്തിലുള്ള പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പടച്ച് വിട്ട് വക്കഫ്, ശബരിമല, വാവര് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ വളർന്നു വരുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കുട്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നോട് വന്ന് പേഴ്സണലി ചോദിക്കുകയാണ്, നിനക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുത്തന്, ഒരു മതവിശ്വാസം ഇല്ലാത്ത ഒരുത്തന് നിനക്ക് വാവരെന്തായാലും എന്താ, അയ്യപ്പൻ എന്തായാലും എന്താ? ഇതായിരിക്കും നിങ്ങളുടെ ചോദ്യം. അവിടെയാണ് എൻ്റെ പോയിന്റ്. ഞാൻ എന്ന് പറഞ്ഞ മലയാളി, ഇന്ത്യൻ മനുഷ്യൻ, എനിക്ക് എൻ്റെ നാട്ടിൽ, എൻ്റെ നാടിൻ്റെ മതസൗഹാർദ്ദ ആ ഒരു അന്തരീക്ഷം തകരുന്ന രീതിയിൽ കുറേ ക്ലെയിമുമായിട്ട് ഹിന്ദു വന്നാലും മുസ്ലിം വന്നാലും അതിൻ്റെ ബാക്കിലുള്ള ഒരു പൊളിറ്റിക്സ്, ഒരു അജണ്ട, അത് ഇവിടുത്തെ ചെറിയ കുട്ടികളിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്നെപ്പോലെ മതത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ എല്ലാവരും നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മതത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അതൊക്കെ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹെയ്റ്റ് ആവരുത്. ഇവിടെ ദൈവം എന്ന് പറയുന്നത് ഇപ്പോൾ പ്യുവർ ബിസിനസ്സാണ്, പൊളിറ്റിക്സാണ്, മണിയാണ്, മണി പവറാണ്, മസിൽ പവറാണ്, വോട്ടാണ്. ഇത് ദയവ് ചെയ്ത് എല്ലാവരും തിരിച്ചറിയും. അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് വരാം. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു അമ്പലം, ശബരിമല, ഇതൊരു വലിയ ബിസിനസ്സാണ്. അല്ലാതെ ആരും പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏത് പാർട്ടി ഭരിച്ചാലും ശബരിമല ഒരു ഭയങ്കര ഹൈ ടേൺ ഓവറുള്ള ഒരു പിൽഗ്രിം പ്ലേസ് ആണ്. ഇന്ത്യയിൽ തന്നെ ടോപ്പ്, വേൾഡിൽ തന്നെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ഒരു സ്ഥലമായിരിക്കും ശബരിമല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കോൺട്രവേഴ്സി പൊട്ടി മുളയ്ക്കുകയാണ്. അത് ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിൽ ഒരു കോൺട്രവേഴ്സി പൊട്ടി മുളച്ചാൽ അത് ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അത് എസ്കലേറ്റ് ചെയ്ത് വേറെ പല രീതിയിൽ പോകും. അങ്ങനെ കൊണ്ടുപോകേണ്ടത് ചില ആളുകളുടെ താല്പര്യമാണ്. മനസ്സിലായോ? ചില സംഘികളുടെ താല്പര്യമാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ കുറച്ചധികം ദിവസമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ചർച്ച എന്താ നടക്കണേ? ശബരിമലയിൽ ഇരിക്കുന്ന വാവര് സ്വാമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് ശരിക്ക് ആര് കൊണ്ടുവന്നു? എന്താണ് വാവർ സ്വാമി? ആരാണ് വാവർ സ്വാമി? ഇതിൻ്റെ ഐതിഹ്യം എന്താണ്? മലയാളികൾക്ക് അറിയുന്ന വാവർ സ്വാമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യം എന്താണ്? എന്താണ് മലയാളികൾക്ക് അറിയുന്നത്? അയ്യപ്പൻ്റെ സുഹൃത്ത്, അല്ലേ? അതാണ് വാവർ സ്വാമി. ഇത് ഒരു കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരുന്ന് കാണുക.
ഞാൻ ഈ ഒരു ഐതിഹ്യം എനിക്ക് പറയാൻ പറ്റൂ, എനിക്കറിയുന്നതേ പറയാൻ പറ്റൂ. ഏത് യുദ്ധം, കടല്, പിന്നെ അതിനുശേഷം ഫ്രണ്ടായത്, പിന്നെ അയ്യപ്പൻ്റെ ഒപ്പം കൂടിയത്, ഇതൊക്കെ നമ്മളെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള കഥ മാത്രമേ നമുക്കറിയൂ. ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഇതിനകത്ത് പല ഐതിഹ്യങ്ങളും ബാബർ റിലേറ്റഡ് ആയിട്ട് പറയുന്ന എല്ലാ ഐതിഹ്യങ്ങളും തൊട്ട് പോകുന്നുണ്ട്. ഈ ഐതിഹ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ ബാബർ ഈസ് എ ക്ലോസ് ഫ്രണ്ട് ടു ശബരിമല അയ്യപ്പൻ. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എന്താണ് ബാബർ, എങ്ങനെയാണ് ബാബർ അയ്യപ്പൻ. പന്തളം രാജ്യം ആക്രമിക്കാൻ വന്ന വാവർ അയ്യപ്പനുമായി ഏറ്റുമുട്ടുകയും അയ്യപ്പന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വാവർ പരാജിതനാകുകയും പിന്നീട് അയ്യപ്പന്റെ സുഹൃത്തായി മാറിയുമെന്ന കഥയാണ് വാവറിനെ കുറിച്ച് ഏറെ കൂടുതലായി പ്രചരിക്കുന്നത്. അതേസമയം ഇസ്ലാം മതം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് അറബികളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിനാൽ അറബ് നാട്ടിൽ നിന്നും എത്തിയ വാവറിന് ഇസ്ലാമുമായി ബന്ധമില്ലെന്നും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. വാവരിനെ അയ്യപ്പന്റെ സുഹൃത്താണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ പലരും വാവരൊരു മുസ്ലിമാണെന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നതായി കാണാം. ബാവർ മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലാണ് വാവരെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്നത്. മക്കംപുരയിൽ ഇസ്മായിൽ ഗോത്രത്തിൽ പാത്തുമ്മയുടെ പുത്രനായി ജനിച്ചയാളാണ് വാവരെന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ അംഗരക്ഷകനായിട്ടുള്ള ചുമതല വാവർക്കായിരുന്നു. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അയ്യപ്പനും സംഘങ്ങൾക്കും ദുഷ്ടമൃഗങ്ങളുടെ ശല്യമുണ്ടാക്കാതെ നോക്കുവാനുള്ള ചുമതല. വാവരെ ഒരു കടൽ കൊള്ളക്കാരനായിട്ടാണ് ശാസ്താംപാട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ളത്. ആലപ്പുഴയ്ക്ക് സമീപത്തുള്ള ചില തീരദേശങ്ങൾ പന്തളം രാജാവിന്റെ കീഴിലായിരുന്നു. ഇവിടങ്ങളിൽ കടൽ വഴി കച്ചവടം നടത്തുന്നവർ പന്തളം രാജാവിന് കപ്പം കൊടുക്കണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ വാവർ കപ്പം കൊടുക്കാൻ വിമുഖത കാണിച്ചു. അങ്ങനെ വാവർ പന്തളം രാജാവിന്റെ ശത്രുവായി. ഇതേ തുടർന്ന് അയ്യപ്പൻ വാവരെ നേരിട്ടെന്നും പിന്നീട് വാവർ അയ്യപ്പന്റെ സന്തത സഹചാരിയായെന്നുമാണ് ഒരു കഥ. ചില പുസ്തകങ്ങളിൽ വാവരൻ എന്ന പേരിലാണ് അയ്യപ്പന്റെ സഹചാരിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹിഷിയെ വധിക്കാൻ പോയ അയ്യപ്പന്റെ കൂടെ വാവരനും ഉണ്ടായിരുന്നതായി ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഥകളും അതിന്റെ വ്യാഖ്യാനങ്ങളെയുംക്കാൾ വലുതാണ് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സൗഹൃദം. ഇതാണ് മലയാളികൾക്ക് അറിയാവുന്ന വാവരും അയ്യപ്പനും. ഇപ്പോൾ സിനിമയിലാണെങ്കിലും സീരിയലിലാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചൊരു പുസ്തകത്തിലാണെന്നുണ്ടെങ്കിലും ഇതിലും കൂടുതലൊന്നും വാവരും അയ്യപ്പനും തമ്മിലില്ല. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഐക്കൺ, അതാണ് വാവർ അയ്യപ്പൻ എന്നുള്ള ബേസിക് സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എടുത്തു നോക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആർക്കാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഇളകിയിട്ടുള്ളത് നോക്കുമ്പോൾ വിജി തമ്പി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂസ്, കണ്ടിന്യൂസ് ആയിട്ട് കുറേ ചാനലൊന്നുമില്ല, മെയിൻലി ജനം TV ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി 1-2 വേറെ ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്നത് ദേവപ്രശ്നം വെച്ചപ്പോൾ അവിടെ ശബരിമലയിൽ വാവർക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല അയ്യപ്പന് വാവരെ ഇഷ്ടമല്ല, ഇറക്കി വിടണമെന്നാണ് പറയുന്നതാണ് മൂപ്പരുടെ ക്ലെയിം. ഓക്കെ, മൂപ്പരുടെ ക്ലെയിം അല്ല, ദേവപ്രശ്നം വെച്ചപ്പോൾ അതിൽ തെളിഞ്ഞത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ വഖഫ് പ്രശ്നം മുനമ്പം വന്ന ടൈമിൽ ഇത് റിലേറ്റഡ് ആയിട്ട് എവിടെയോ ശബരിമല ആൻഡ് അയ്യപ്പൻ പിന്നെ ഈ പറഞ്ഞ വാവർ എല്ലാം കൂടി വെച്ചൊരു മുതലെടുപ്പാണോ ഇവിടെ BJPയുടെ ആവശ്യം എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാം. ശബരിമല നാളെ അയ്യപ്പന്റെ ഭൂമി വഖഫിന്റെ ആണെന്ന് പറയില്ലേ? അവിടെ ഒരു ചങ്ങാതി ഇരിപ്പുണ്ട് അയ്യപ്പന്റെ താഴെ. അയ്യപ്പൻ 18 പടിയുടെ മുകളില. ആ 18 പടിയുടെ മുകളിൽ അയ്യപ്പൻ ഇരിക്കുമ്പോ ആ 18 പടിയുടെ അടിയിൽ വേറൊരു ചങ്ങാതി ഇരിപ്പുണ്ട്. അതിന് പേരെന്താ? വാവര്. ഈ വാവര് പറയാണ് തൽക്കാലം ഞാനിത് വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നാളെ ശബരിമല വഖഫിന്റെ ആവും, അയ്യപ്പൻ ഇറങ്ങി പോകേണ്ടി വരും. അനുവദിക്കണോ? ചോദ്യം ഇത്. പ്രിയങ്ക എന്ന് പറയുന്ന ഈ പ്രിയങ്ക ഭദ്രയോട് വഖഫ് എന്ന് പറയുന്ന ഈ ബോർഡ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ആ മുനമ്പത്ത് ക്രിസ്ത്യാനികൾ സമരം ചെയ്യുമ്പോ മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ല എന്ന് ഈ പ്രിയങ്ക ഭദ്രയെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? BJP നേതാവിൻ്റെ അതികൊടൂരവും കഠിനവുമായിട്ടുള്ളൊരു പ്രസംഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആളുകളെ എന്ത് ചെയ്യണം? ഗോപാലകൃഷ്ണന് ഒന്ന് ഇങ്ങോട്ട് ഉണർത്തണം. ഹിന്ദുവിനെ പറഞ്ഞുണർത്താൻ ഗോപാലകൃഷ്ണൻ BJP നേതാവ് ചെയ്ത പരിപാടിയാണ്. വഖഫുമായിട്ട് നേരെ കൊണ്ടുപോയിട്ട് വാവര് സ്വാമിനെയും അയ്യപ്പനെയും കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. മനസ്സിലായോ? ഇവിടുത്തെ വഖഫ് ബോർഡ് പറയുകയാണ് 18-ാം പടീൻ്റെ അടിയിലിരിക്കുന്ന വാവര് ആ സ്ഥലം ഞമ്മൻ്റെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ശബരിമല വഖഫ് കൊണ്ടു.
ഇവിടെയാണ് കൃത്യമായ പോയ്സൺ വെച്ചു കൊടുത്തത്. ഇത് കുറേ കാലങ്ങളായിട്ട് BJP നോർത്തിൽ പരീക്ഷിച്ച് ചെയ്തുകൊണ്ട് അവിടെ സക്സസ്ഫുള്ളായ പരിപാടി മലയാളികളുടെ ഇടയ്ക്ക്, മലയാളികളുടെ ഒട്ടുമിക്ക ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകളുടെയൊക്കെ ഒരു വികാരമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്, അല്ലേ? അയ്യപ്പൻ, തത്വമസി, എല്ലാം സമമാണ്, എല്ലാവരും സമമാണ് ആണ് കോൺസെപ്റ്റ്. ഓക്കെ, ആ കോൺസെപ്റ്റൊക്കെ പൊളിച്ചിട്ട് ഈ അയ്യപ്പൻ്റെ അട്ടിപ്പേർ അവകാശം ഹിന്ദുവിന് മാത്രം മതി, അല്ലെങ്കിൽ ഹിന്ദുവിലേക്ക് മാത്രം മതി, ഇനി അവിടെ ഒരു മുസ്ലിം വേണ്ട, അല്ലെങ്കിൽ വേറൊരു അന്യമതസ്ഥർ വേണ്ട, അത് ഹിന്ദുവിൻ്റെ തട്ടിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞ് ഹിന്ദുക്കളിലേക്കൊരു പോയ്സൺ എറിഞ്ഞു കൊടുക്കലാണ് ഈ ചങ്ങായി കാട്ടിയത്. ഇതിനെ തുടർന്നിട്ട് നൂല് പോലെ അങ്ങനെ വന്നു തുടങ്ങി. പിന്നെ എന്ത് ഓരോ ക്ലെയിമുകൾ. അപ്പോഴാണ് ഇനി വിജയ് തമ്പി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന ദേവന്റെ ഹിതം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ദേവഹിതം അറിയാനാണ് ആ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വയ്ക്കുന്നത്. കാരണം ഭഗവാൻ ഒരിക്കലും നേരിട്ട് വന്ന് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാറില്ല, അത് ഒരു സൂചനകളിലൂടെയോ. അപ്പോൾ ഒരു സൂചന നൽകും, ആ ക്ഷേത്രത്തിൽ എന്തോ ദോഷമുണ്ട്, ആ സൂചന കാണുമ്പോഴാണ് ദേവപ്രശ്നം വെച്ച് ആ ഭഗവാൻ എന്തെങ്കിലും അനിഷ്ടമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അനിഷ്ടം പരിഹരിക്കുന്നതാണ് ദേവപ്രശ്ന പരിഹാര ക്രിയകൾ. അങ്ങനെ ശബരിമലയിൽ കഴിഞ്ഞ 3 പ്രാവശ്യം ദേവപ്രശ്നം വെച്ചപ്പോഴും ആ ദേവപ്രശ്നത്തിൽ വ്യക്തമായി തെളിഞ്ഞൊരു വിഷയമാണ് വാവരെന്ന് പറയുന്ന ആ സങ്കല്പത്തിനും അയ്യപ്പസ്വാമിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. കാരണം വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് അയ്യപ്പന് കൂട്ടായി അന്ന് എരുമേലിയിൽ മഹിഷി മർദ്ദനത്തിനായി വന്നത്. അന്ന് അത് നൽകിയത് സാക്ഷാൽ പരമശിവനായ അയ്യപ്പൻ്റെ അച്ഛൻ്റെ സ്ഥാനമുള്ള ആളാണ്. അതുപോലെ ആ പരമശിവൻ അദ്ദേഹത്തിന് നൽകിയ ഉടവാൾ വെച്ചാണ് അദ്ദേഹം ആ മഹിഷി നിഗ്രഹം നടത്തിയത്. അപ്പോൾ അതിനുശേഷം അന്ന് എരുമേലി വഴി മാത്രമേ ശബരിമലയിലേക്കുള്ള യാത്രയുള്ളൂ. എരുമേലിയിൽ വരുന്ന ഭക്തരെ സുരക്ഷിതമായി സന്നിധാനത്തെത്തിക്കാനും തിരിച്ച് എരുമേലിയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അയ്യപ്പസ്വാമി വാവുരന് നൽകിയത്. ആ വാവുരൻ്റെ പ്രതിഷ്ഠയായിരുന്നു എരുമേലിയിലുണ്ടായിരുന്നത്. ഇതൊരു കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഹിന്ദുവിൻ്റെ ജാഗ്രത കുറവ് മൂലമാണിത് വാവരായി മാറിയത്. ഹിന്ദുവിൻ്റെ ജാഗ്രത കുറവ് മൂലം വാവരായി. കുറച്ച് കാലമായിട്ട് ഇത് പറയുന്നുണ്ട്. വാവർ എന്ന് പറഞ്ഞ ആ ഒരു മുസ്ലിം കഥാപാത്രം, അത് മുസ്ലിം കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ആയൊരു വ്യക്തിയല്ല. വാപുരൻ എന്ന് പറഞ്ഞ ശിവഭൂതം ആ കാലക്രമേണ അത് വാവരായി മാറിയതാണ് എന്നും ഈ പറഞ്ഞ മുസ്ലിം പള്ളിയിലേക്ക്, വാവർ സ്വാമിയുടെ പള്ളിയിലേക്ക് കെട്ട് നിറച്ചു പോകേണ്ട ആവശ്യമില്ല ഒരു അയ്യപ്പന് എന്നും, അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാളുടെ വ്രതാനുഷ്ഠാനം തെറ്റിയെന്നും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള ഇങ്ങനത്തെ ആളുകളുടെ ഇടയിൽ കുറച്ച് കാലമായിട്ടുണ്ട്. ഇവരുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതാണ്. വാവർ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് പള്ളി അടക്കം കൊണ്ടുവന്ന് ശബരിമലയിൽ വെച്ചിട്ടുള്ളത് അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനെ നിങ്ങൾ ബിസിനസ്സാക്കിയില്ലേ? ഈ കെട്ടും നിറച്ച് വരുന്ന ആളുകൾ എത്ര രൂപ അവിടെ ഇട്ടിട്ടാണ് തിരിച്ചു പോരുന്നത്? പൈസയോ, സ്വർണം, പൈസ, ഇനിയിപ്പോൾ അവർക്ക് എന്ത് വീടും സ്വത്തും കാറും കൊണ്ടുവന്നിടാൻ പറ്റും, അതും ഇട്ടിട്ട് പോകും ചിലപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബിസിനസ്സാണ്. അതിന് സുഡാപ്പി ബിസിനസ്സാക്കിയാലും സംഘി ബിസിനസ്സാക്കിയാലും ഇനിയിപ്പോൾ വേറെ ആര് ബിസിനസ്സാക്കിയാലും ഏത് മനുഷ്യൻ, ഒരു ദൈവത്തിനെ പിടിച്ചൊരു മനുഷ്യൻ ബിസിനസ്സാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരു 10 ആളെങ്കിലും ഇവിടെ കാണും. ഒന്നും വേണ്ട, PK സിനിമയെ കണ്ട മാതിരി ഒരു കല്ലിൻ്റെ മുകളിൽ പോയിട്ട് നാളെ പച്ചത്തുണി ചുറ്റിയാലും ചുവന്ന തുണി ചുറ്റിയാലും വെള്ളത്തുണി ചുറ്റിയാലും അതിൻ്റെ തൊട്ടടുത്ത് സ്വാമി വന്നിരുന്നാലും ഉസ്താദ് വന്നിരുന്നാലും പള്ളിയിലച്ചൻ വന്നിരുന്നാലും അടിയിൽ നിരത്തിരുന്നവർ പറയുന്നത് കേൾക്കാൻ 10 ആൾ കാണും. പറയുന്ന കൂട്ടത്തിൽ ഈ കല്ല് ദൈവമാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് നാളെ അവിടെ പൈസ ഇട്ട് പോകാനും ആളുകൾ. ഇത് മനുഷ്യൻ്റെ ഇമോഷണൽ സൈഡ് കുറച്ച് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള, ഈ ഹ്യൂമൻ ഇമോഷൻസ് ഇംബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. കുറേ ഇനി ലൈഫിൽ എന്ത് ചെയ്യും, ഞാൻ എന്തെങ്കിലും ആരോടൊന്നും പറയാൻ പറ്റാതെ അങ്ങനെ കുറേ ഇമോഷണലി ഡാമേജ് ആയിട്ടുള്ള മനുഷ്യന്മാരെ പ്രോപ്പറായിട്ട് പറ്റിക്കാൻ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഏതൊരു മനുഷ്യനും പറ്റും. അങ്ങനെയാണ് ഇവിടെ ആൾദൈവങ്ങളൊക്കെ വളർന്നു വന്നത്. അങ്ങനെ ഒരു ആൾദൈവത്തിൻ്റെ പേരാണ് എൻ്റെ തലയിൽ പിടിച്ചിട്ടത്, എൻ്റെ അമ്മമ്മേനുള്ള റെസ്പെക്ട് കൊണ്ട് പിന്നെ അതങ്ങനെ കൊണ്ടു നടക്കണമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. 36 ഇട്ടിട്ട് പോവുകയും ചെയ്ത് 36 ഒരു ഇമോഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ ആ സാധനം താങ്ങി പിടിച്ച് നടക്കുക. പക്ഷെ എന്താണെങ്കിലും ഇവിടുത്തെ ആവശ്യം വരുന്നത് എന്താ? ദേവപ്രശ്നം വെച്ചു എന്ന് പറയുന്നു. ദേവപ്രശ്നത്തിലൂടെയേ ഒരു ദേവൻ്റെ ഹിതം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നു.
ഞാൻ എന്താ പറയുക, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ധവിശ്വാസിയാണ്, വിശ്വാസങ്ങൾക്കെതിരെ പറയുന്നു എന്നുള്ള പേര് വരും. ഇത്ര കാലം ഈ പറഞ്ഞ ബാവർ ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യപ്പനും ബാവരൊക്കെ തോളത്ത് കൈയിട്ട് പോകുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 2-3 ദേവ പ്രശ്നത്തോട് കൂടിയിട്ട് ബാവരെ ഇറക്കി വിടണമെന്ന് അയ്യപ്പൻ പറഞ്ഞു എന്നൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാവരും അയ്യപ്പനും തമ്മിലൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം മലയാളികൾ ദയവേത്. ഈ പാവങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നവർക്ക് അറിയില്ല. അവരിവിടെ വന്ന് ഈ പേട്ട തുള്ളി വാവര നടയിൽ കയറി അതോടുകൂടി അവരെ വ്രതഭംഗം സംഭവിക്കുകയാണ്. കഠിന വ്രതമെടുത്ത് വരുന്നവർ ആ വാവര നടയിൽ കയറി അവിടുന്ന് ഭസ്മമാണ് അവർ കൊടുക്കുന്നത്. ആ ഭസ്മം കൊടുക്കുന്ന അവിടെ ഇരിക്കുന്ന ആൾ ഭസ്മം ധരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഭസ്മം കൊടുക്കുമ്പോൾ ആ ഭസ്മം അണിയുന്നതോടുകൂടി അവരുടെ വ്രതഭംഗം സംഭവിക്കുന്നു. വാവര നട അവിടുന്ന് മാറ്റണം, ദേവസ്വം ബോർഡ് തയ്യാറാവണം. അല്ലെങ്കിൽ ഹൈന്ദവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടണം. ആ വാവരും ശബരിമലയുമായിട്ട് ബന്ധമില്ല. വാവര് നട ശബരിമലയിൽ നിന്ന് മാറ്റുക തന്നെ വേണം. അതിന് ഹൈന്ദവർ ഒറ്റക്കെട്ടായി നിൽക്കണം. അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാത്ത അയ്യപ്പ വിശ്വാസികളല്ലാത്ത ഒരാൾ പോലും ശബരിമലയിൽ പോകേണ്ട ആവശ്യമില്ല. അവിടെ മാത്രമല്ല, ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരുന്ന ഓരോരുത്തരും ഇപ്പോൾ ദേവസ്വം ബോർഡിലുള്ള സ്റ്റാഫുകളെല്ലാം ഹിന്ദുക്കളാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പോലീസായാലും ഫോറസ്റ്റ് ആയാലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വരുന്ന ആൾക്കാർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം, വ്രതധാരികളായിരിക്കണം. വ്രതമനുഷ്ഠിക്കാതെ ഒരാൾ പോലും ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വരണ്ട. മറ്റ് മതസ്ഥർ വരാൻ പാടില്ല. മറ്റ് മതസ്ഥർ ഡ്യൂട്ടിക്ക് വരുന്നെങ്കിൽ അവർ എഴുതി കൊടുത്തിട്ട് വരണം, ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, ഞാൻ വ്രതധാരിയായിട്ടാണ് ഡ്യൂട്ടിക്ക് വരുന്നത്. അല്ലാതുള്ളവരെ ഡ്യൂട്ടിക്ക് ഇടരുത്. അങ്ങനെയുള്ളവരെ കണ്ടാൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള ജാഗ്രതയും ഹിന്ദു സമാജം കാണിക്കണം. ഈ വിജി തമ്പി പറഞ്ഞ കാര്യത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് കിട്ടും. ഫസ്റ്റ് വരെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാവര് അല്ലെങ്കിൽ ഈ മതേതരത്വം കോൺസെപ്റ്റ്, ഹിന്ദു മുസ്ലിം കോൺസെപ്റ്റ് ആദ്യം പൊളിച്ച് മാറ്റണം. അവിടെ ഒരു ഡിവിഷൻ, ഒരു ഡിവൈഡ് ചെയ്തിട്ടൊരു വെട്ട് കൊണ്ടുവരണം. ദ വെരി നെക്സ്റ്റ് തിങ്, ഇപ്പോൾ നമുക്കറിയാം തത്വമസി കോൺസെപ്റ്റാണ്. പോലീസുകാരാണെങ്കിലും ഇനി കയറി പോകുന്നവരാണെന്നുണ്ടെങ്കിലും വ്രതെടുത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആർക്ക് വേണേൽ പോവാടെ, അയ്യപ്പനാണ്. അതും മാറ്റണം. നാളെ മുതൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞു, ഹിന്ദുക്കളുടെ എന്താ പറയുക, മൊത്തത്തിലുള്ള അട്ടിപ്പറാവകാശം ഈ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തതാണല്ലോ. ആ നാളെ മുതൽ അയ്യപ്പൻ ഹിന്ദുവിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നാൽ മതി, വേറെ ആർക്കും വേണ്ട. അതിൻ്റെ ഇടയിൽ മറ്റേ ഡിപ്ലോമസി എന്ന് പറഞ്ഞ പോലെ അയ്യപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് വേണമെങ്കിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ മറ്റേ അയ്യപ്പനിൽ വിശ്വാസമുള്ള മുസൽമാനാണ് ഞാൻ, അയ്യപ്പനെ വിശ്വസിക്കുന്ന ക്രിസ്ത്യനാണെന്നുള്ളത് വെള്ള പേപ്പറിൽ എഴുതി ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ട് മല കയറിക്കോട്ടെ. എരുമേലിയിലെ വാവര് പള്ളിയോ? എരുമേലിയിലെ വാവര് പള്ളി എന്താ? അത് നൈനാൻ മസ്ജിദാണ്. ആ നൈനാൻ മസ്ജിദിനെയാണ് വാവര് പള്ളി എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ഒരു കാര്യം കൂടെ പറയാം. അവിടെ അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ടാണ് ആ വാവര് പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും എഴുതിയിരിക്കുന്നത്, അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പൻ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, അവർ സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിന് ഈ അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം കൂടെ പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പന്മാരെ പുറത്താൽ പൈസ മാത്രം മതി. മാത്രമല്ല അവിടെ ഒരു നാളികേരം ഉടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് പള്ളിക്കകത്ത്. എന്താ നാളികേരം ഉടയ്ക്കാൻ? പള്ളിക്കകത്ത് നാളികേരം ഉടയ്ക്കുന്ന, അതിൽ അയ്യപ്പന്മാരെ പറ്റിക്കുന്നൊരു പരിപാടിയുണ്ട്, അതറിയാമോ? അതായത് അവിടെ നാളികേരം ഉടയ്ക്കാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് ചുറ്റും ഈ പലക വെച്ച് അടച്ചിട്ട്, അതായത് തേങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടരുത്. ഒരു ചെറിയൊരു കല്ലിൻ്റെ പീസേ ഉള്ളൂ. ആ കല്ലിൻ്റെ പീസിൽ കഷ്ടകാലത്തിന് തേങ്ങ വന്ന് പൊട്ടു എന്നുള്ളത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ തേങ്ങ പൊട്ടൂല്ല. ഈ തേങ്ങ നേരെ തടി തറച്ചിട്ട് നേരെ അടിയിലേക്ക് പോകും. ഇത് തന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വെളിയിൽ വരും. അപ്പം ഈ അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? വിഗ്രഹാരാധന നിഷിദ്ധമാണ്. മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമാണ് ദൈവം.
അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക, മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന തെറ്റാണ്, അവനെ മതത്തിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശബരിമലയിൽ വരുന്നവർ ഹിന്ദുക്കൾ മാത്രം കയറിയാൽ മതി ശബരിമലയിൽ. അപ്പോൾ ഒരു ചോദ്യം വരും, അവിടെ തത്വമസിയാണല്ലോ, ആർക്കും വരാമല്ലോ, ഏത് ജാതി മതസ്ഥർക്കും അവിടെ വരാമല്ലോ. ആവാം, ഒരു പ്രശ്നവുമില്ല. ഏത് മതത്തിലുള്ളവർക്കും ശബരിമലയിൽ വരാം, ദർശനം നടത്താം. പക്ഷേ അവർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം. ഈ നാട്ടിൽ അയ്യപ്പനെ വിശ്വസിക്കണോ, അള്ളാഹുവിനെ വിശ്വസിക്കണോ, ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിക്കണോ എന്നുള്ളതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യമല്ലേ അല്ലേ? ഇവിടെ മുദ്ര കുത്തല്ലേ ഒരാൾ ജനിച്ചു വീഴുമ്പോൾ? ഇവിടെ ഒരു ഫ്രീഡം ഉണ്ടോ ഈ നാട്ടിൽ? മതപരമായിട്ടുള്ളൊരു ഫ്രീഡം ഈ നാട്ടിലുണ്ടോ ആണ് എൻ്റെ ചോദ്യം. ഒരു 18 വയസ്സ് കഴിയുമ്പോൾ മാത്രം ഒരാൾക്ക് അയാളുടെ അറിവിലൂടെയും അയാളുടെ എന്താ പറയുക ജനിച്ച് വളർന്ന സാഹചര്യത്തിലൂടെയും അയാൾ അതുവരെ അനുഭവിച്ചതിലൂടെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് ആക്കി മാറ്റണം മതം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ക്ലെയിം. മനസ്സിലായോ? 18 വയസ്സ് കഴിഞ്ഞ് ഒരാണും പെണ്ണും അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും തീരുമാനിക്കണം, എനിക്ക് ഇന്ന മതമാണ്, എനിക്ക് ഇന്ന മതത്തിലെ ലൈഫ് സ്റ്റൈലാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു മതത്തിലെ ലൈഫ് സ്റ്റൈലും എനിക്ക് ഇഷ്ടമല്ല, ഐ മീൻ ഇന്ത്യൻ, ഐ മീൻ ഹ്യൂമൻ ബീങ്. അങ്ങനെ ജീവിക്കാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ? ഇത് ജനിച്ച് വീഴുമ്പോൾ തന്നെ അങ്ങോട്ട് കുത്തുകയാണ്. ഏത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കണ്ടില്ല. ഇനി ഇവര് മറ്റേ വാപുരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭൂതഗണം എങ്ങനെയാണ് വാവരായെന്നുള്ളതിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തി പറയുന്നുണ്ട്. അയാളുടെ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഈ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കയ്യിൽ തന്നെ പ്രൂഫ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് കേൾക്കാം. കാരണം നാളുകളിൽ ഇത് ചർച്ചയാവുമ്പോൾ ഇവർ കൊണ്ടുവരാൻ പോകുന്ന സ്റ്റോറി ഇതാണ്. അതായത് വാപുരൻ എങ്ങനെ വാവരായി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ഇനി ഇവർ പറയാൻ പോണത് ഇതാണ്. ഈ അറേബ്യയിൽ നിന്നും നമ്മുടെ പന്തളത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു കടൽ കൊള്ളക്കാരനായിട്ടുള്ള ആള് വന്നു എന്നാ പറയുന്നത്. സിനിമയിലാകട്ടെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളിലും അതാ ഉള്ളത്. ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കലും അതേ കാണൂല. എവിടെ നിന്ന് വന്നു? അറേബ്യയിൽ നിന്ന് വന്നു എന്നാ പറയുന്നത്. അറേബ്യയിൽ നിന്ന് വന്നിട്ട് പന്തളത്തിനെ ആക്രമിക്കുന്നു. അപ്പൊ പന്തളത്തിന്റെ അത്രയും പ്രസക്തി ഉണ്ടാവണം. അപ്പൊ ബാക്കിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം കപ്പം കൊടുത്തു. ആർക്ക്? ഈ വാവർ എന്ന് പറയുന്ന കടൽ കൊള്ളക്കാരന്. പക്ഷെ പന്തളത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ അയ്യപ്പൻ ഉണ്ടായിരുന്നു. അയ്യപ്പൻ അതിനെ എതിർത്തു. അവസാനം കടലിൽ നിന്നുകൊണ്ട് വാവരും കരയിൽ നിന്നുകൊണ്ട് അയ്യപ്പനും യുദ്ധം ചെയ്തു. അവസാനം വാവരെ പരാജയപ്പെടുത്തി. അവിടെ നിന്നാണ് ഈ വാവര് അയ്യപ്പന്റെ ശിക്ഷത്വം സ്വീകരിച്ചെന്ന് പറയുന്നു. പക്ഷേ മലയാളികള് ഇപ്പോഴാണെന്ന് തോന്നുന്നു അരി ഭക്ഷണം കഴിക്കുന്നത്. അല്ല, പന്തളത്ത് എവിടെയാണ് കടല്? അതാ ചോദിക്കാൻ പോകുന്നത്, അതാ ഞാൻ പറയാൻ പോകുന്നത്, അത് പറയാനേ പോകുന്നത്. മലയാളികൾ അരിഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് അത് ചിന്തിക്കാൻ തുടങ്ങിയത്. പന്തളത്തിന്റെ ചുറ്റുവട്ടത്ത് എവിടെയും കടലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. വേണ്ട, പന്തളം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാ. പത്തനംതിട്ട ജില്ലയ്ക്ക് ചുറ്റുവട്ടത്ത് എവിടെയും കടലുണ്ടോ? അവിടെയും ഇല്ല. അപ്പൊ ഈ പറയുന്ന കടൽ കൊള്ളക്കാരൻ വന്നത് തോട്ടിലൂടെയോ പുഴയിലൂടെയോ തോണിയിലാണോ വന്നത് എന്നൊരു സംശയം. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു സംശയത്തിൽ നിന്നാണ് ഈ വാവരുടെ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു അന്വേഷണം നടത്തി. അപ്പൊ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന പുസ്തകത്തിലും ഇനി ഈ വാവരുടെ കുടുംബാംഗങ്ങളുടെ ആയിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. വാവരുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെളിയം എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ പറയുന്ന വാവരുടെ ജനനം. അവിടെ അവരാം കോവിലകം എന്ന് പറയുന്നൊരു കോവിലകാണ്. ആ കോവിലകത്തുള്ള ഒന്നാന്തരം പോരാളികളായിരുന്നു, നാടുവാഴിയുടെ മകനായിരുന്നു ഈ പറയുന്ന വാപുരൻ എന്ന് പറയുന്ന ഭൂതഗണം. ഇന്നും ആ സ്ഥലത്തിന്റെ പേര് അവരാം കോയിൽ എന്നാണ്. ഈ അയ്യപ്പൻ ആ ബിംബത്തിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധനമൂർത്തി അവിടെ പോയപ്പോൾ മാനസികമായി തകർന്നുപോയി ഈ വാപുരൻ. അപ്പൊ അയ്യപ്പ സ്വാമി പറഞ്ഞിരിക്കുന്ന വെച്ചാല് എല്ലാ വർഷവും മകര സംക്രമ സമയത്തായിട്ടുള്ള ആ സമയങ്ങളിൽ ഞാൻ ഇവിടെ സാന്നിധ്യം അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറ്റ ചങ്ങാതിയെ കാണാനായിട്ട്, ഇഷ്ടദേവനെ കാണാനായിട്ട് ഈ വാപുരൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പറയുന്ന ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. അപ്പൊ അവിടെ മാത്രമല്ല, പന്തളത്ത് നിന്ന് നിരവധി ആൾക്കാർ വരും. ഈ കഥയും
ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിരവധി ഭക്തന്മാരും ആ അവസരത്തിൽ അവിടെ എത്തിച്ചേരാറുണ്ട്. വാപുരൻ എന്ന് പറഞ്ഞ ഭൂതഗണം ഇങ്ങനെ വാവരായി എന്നുള്ളതിന്റെ ഒരു തുടക്ക കഥയുടെ പോർഷനാണ് ഇനി ഞാൻ വെക്കുന്നുണ്ട്, ഒക്കെ നിങ്ങൾ കേൾക്കണം. ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പന്തളം ചുറ്റിപ്പറ്റിയിട്ടുള്ള കടൽ എവിടെ, യുദ്ധം നടന്നത് ഏത് കടലിൽ, ഇതെന്ത് സ്റ്റോറി എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം, പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കി എന്ന് പറയുന്ന ഈ സ്ഥലം പരശുരാമൻ ഇനിയൊരു മഴ കൊടുത്ത് എറിഞ്ഞുണ്ടാവൂ? എടേ മിത്താടെ ഇതൊക്കെ പല സാധനങ്ങളും. എന്ത് കോൺസെപ്റ്റ്? ബ്രഹ്മാവിന് 3 തല, മറ്റേ രാവണന് 10 തല. എടീ എന്തൊക്കെ കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ലാർജർ ദാൻ റിയൽ ലൈഫ് എന്താ പറയുക ഹീറോസ് ആണ് ഇവിടുത്തെ പല ദൈവങ്ങളും അല്ലേ? പല ദൈവത്തിൻ്റെ കോൺസെപ്റ്റും, ശിവനാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും എല്ലാം ഹിന്ദു ദൈവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറം പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്, അല്ലെങ്കിൽ ദൈവങ്ങളാണ്, ഗോഡുകളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കടൽ തപ്പിപ്പോകുന്നവരോട് ഒറ്റ സിമ്പിൾ ചോദ്യം, മഴ എറിഞ്ഞു പൊങ്ങിയ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇത് കൂടെ വിശ്വസിച്ചാളി, അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഇനി വാപുരൻ വാവരായതിനെ കുറിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കുറേ ശബരിമല റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ലേ? പാവം അവിടുത്തെ കാട്ടിലുള്ള അവിടുത്തെ ആദ്യ മനുഷ്യരുടെ, ആദിവാസികളുടെ അവരുടെ ആരാധനാമൂർത്തിയോ അല്ലെങ്കിൽ അവരുടെ ദൈവം എന്ന് പറഞ്ഞ് അവരാരാധിക്കുന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വഴിതിരിഞ്ഞ് പന്തളം രാജകുടുംബത്തിലേക്ക് എത്തിയതും, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു ശബരിമല എന്ന് പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്പിറസീസ് ഒരുപാട് പറഞ്ഞു കേൾക്കുന്നില്ലേ? അതൊക്കെ അന്വേഷിച്ചൂടെ? അന്വേഷിക്കാം. അവിടെ എത്തിച്ചേരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന വാപുരൻ തന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും കൂടിയിട്ടാണ് ഈ ചുമ, തൊണ്ടവേദന, കഫക്കെട്ട്, ഇങ്ങനെ പല വിഷമങ്ങളും ഉണ്ടാവും. കാരണം എന്താ, നല്ല തണുപ്പുള്ള സമയമാണ് മകരം എന്ന് പറയുന്ന സമയം. ഈ മകരമാസത്തില് കൊടും തണുപ്പ്, വനമാണ്, വനത്തിലാകുമ്പോൾ അസഹ്യമായ തണുപ്പായിരിക്കും. അപ്പൊ അതിൽ നിന്നും അവർക്ക് അല്പം ആശ്വാസം എന്ന രീതിയിൽ കുരുമുളകും കൽക്കണ്ടവും ചേർത്തിട്ടുള്ള മിശ്രിതം, പൊടിച്ചിട്ടുള്ള മിശ്രിതം ഈ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതോടെ തന്നെ ചുക്ക് കാപ്പി ഇതെല്ലാം അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഒരവസരത്തില് ഈ സന്നിധിയിലേക്ക് മറവപ്പടയുടെ അക്രമം ഉണ്ടാവുകയും ആ അക്രമത്തിൽ ഈ വാപുരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് അവരുടെ തലമുറയിൽ ഒരു 6 7 തലമുറ കഴിഞ്ഞിട്ടുണ്ടാവാം. ആ കാലഘട്ടത്തില് ഈ പറയുന്ന വാപുരനെ അവരുടെ പിൻതലമുറക്കാരായിട്ട് ആൺമക്കൾ ആരും ഇല്ലാണ്ടായി. പിന്നെയുള്ളത് ഒരു പെൺകുട്ടി മാത്രം. അപ്പൊ ആ പെൺകുട്ടി പ്രായപൂർത്തിയായി, ഇദ്ദേഹം പ്രായം ഏറി വന്നു. അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ വളരെ വിഷമം, നാട്ടെ അത്രയും ദൂരം നടന്നു പോകുന്ന വിഷമമാണ്. അപ്പൊ എന്നാലും അദ്ദേഹം വളരെ ക്ലേശപ്പെട്ട് അവിടെ പോയിട്ട് ആ കർമ്മം ചെയ്യുമായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഈ പെൺകുട്ടി ഒരു ഇതര മതസ്ഥനുമായിട്ട് പ്രണയത്തിലായി. ആ പ്രണയത്തിലായ സമയത്ത് അച്ഛനും അമ്മയും അതിനെ എതിർത്തു. മോളെ, നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മളൊരു ആചാരം ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ അതുമായിട്ട് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അതുകൊണ്ട് മോൾ ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞ സമയത്ത്, ഇന്നറിയാലോ, നമുക്കറിയാം, പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനോ അമ്മയോ മറ്റുള്ള ആര് പറയുന്ന വേദാന്ത വാക്യങ്ങളൊന്നും അവർ സ്വീകരിക്കില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇയാളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി അവസാനം ഈ അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടി ആ യുവാവിനെ വിവാഹം കഴിച്ചു. അവരൊന്നിച്ച് താമസിക്കാൻ തുടങ്ങി. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ശബരിമലക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അന്നത്തെ ആ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ആൾക്കാരായിട്ട് ഇദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തു. കാരണം എനിക്ക് പ്രായാധിക്യമായി നടന്നു വരാൻ പറ്റില്ല, പിന്നെ എന്റെ മകളാണുള്ളത്, പെൺകുട്ടികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ആകെ ഉള്ളത് എന്റെ മകളുടെ ഭർത്താവാണ്, പക്ഷെ അദ്ദേഹം ഇതര മതസ്ഥനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് അവർക്ക് പറ്റുമെങ്കിൽ അവർ വരാം, അങ്ങ് എന്തായാലും അതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇവർ ചെയ്യുന്നതാണ്, എന്താ വേണ്ടത്, ഇപ്പൊ ഇങ്ങനെയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്ത്രി കൊടുത്ത ആ മറുപടി ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാലാകാലങ്ങളായിട്ട് ഇവരുടെ പൂർവികര് ഇവിടെ ഇത്തരത്തിലുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയുള്ളവരും അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല എന്ന വിധത്തിൽ തന്നെയാണ് അതിലെഴുതി. വാപുരൻ വാവരായതിന്റെ ട്വിസ്റ്റ് നിങ്ങൾ കേട്ടതിപ്പോ
ലവ് ജിഹാദ് നടന്നടേ ബാബുരൻ്റെ ഫാമിലിയിൽ. അല്ല ഇനിയിപ്പോൾ അതാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ പോണെന്നുള്ളത് കൃത്യമായിട്ട് നിന്ന് വ്യക്തമാണ്. അതായത് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ശക്തി, ആ ഒരു വിഗ്രഹത്തിലേക്ക്, ആ ഒരു കോൺസെപ്റ്റായിട്ട് ലയിച്ചു പോയ ടൈമിൽ ബാബുരനും ബാബുരൻ്റെ മക്കളും അത് കഴിഞ്ഞുള്ള തലമുറകളും ഒക്കെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ, കാലഘട്ടങ്ങളിൽ ഓരോ ടൈം കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ താഴ്വഴിയിൽ അവരുടെ ആ ഒരു എന്താ പറയുക മൊത്തം അവരുടെ ജനറേഷനകത്ത് ഒരു ബ്രേക്ക് വരികയാണ്. ആ ബ്രേക്ക് എങ്ങനെ വരുന്നു? ഒരു ലേഡി കല്യാണം കഴിക്കുന്ന ഒരു ഇതര മതസ്ഥനെ. അപ്പോൾ ആ ജനറേഷനിൽ അന്നുണ്ടായിരുന്ന വ്യക്തിക്ക് അവിടെ പോകാൻ പറ്റാതെയാവുന്നു ശബരിമലയിൽ. അതിന് പകരം പോകുന്നത് ഈ ലേഡി കല്യാണം കഴിച്ച അന്യമതസ്ഥനായ വ്യക്തി. ഈ അന്യമതസ്ഥനായ ഒരു മുസൽമാനാണ്. മനസ്സിലായോ? കണക്ട് ചെയ്ത് പോകുന്നത് നോക്ക് നിങ്ങൾ. ആ കർമ്മങ്ങൾ ചെയ്തു വരുന്ന സമയത്താണ് ഇദ്ദേഹം പ്രായധിക്കാൻ മരിച്ചുപോയി. ആര്? അച്ഛൻ ബാബരൻ. പിന്നീട് ബാബരായിട്ട് വരുന്നത് ഈ മകളുടെ ഭർത്താവാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഇവർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പത്തനംതിട്ടയിലുള്ള വായ്പൂരേക്ക് താമസം മാറ്റുകയും ആ വായ്പൂരേക്ക് താമസം മാറ്റിയ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ പേര് പാത്തുമ്മ എന്നാക്കിയുമെന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അന്നത്തെ അയ്യപ്പൻ പാട്ടുകളടക്കം ബാബര് മാഹാത്മ്യം എന്ന് പറയുന്ന അതിലടക്കം പറയുന്ന വെച്ചാൽ പാത്തുമ്മ പെറ്റൊരു മകനാണ് ബാബര് എന്ന വിധത്തിൽ ഒരു പാട്ട് നമുക്ക് അയ്യപ്പൻ പാട്ടിൽ കേൾക്കാം. ഇത് എവിടുന്ന് വന്നു? ഇവിടുന്നാണ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ അവിടുന്ന് ആ പെൺകുട്ടി ഇതാവുകയും പിന്നെ അവരുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഈ ബാബരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളൂ. അവരുടെ പൂർവികരുടെ ഒരാളതുമില്ല. ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ്, 1950 ശേഷം. അന്ന് ദേവസ്വം ബോർഡ് എടുത്ത് ചോദിക്കുന്ന വെച്ചാല് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഇതുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു. ബാബരുടെ കുടുംബാംഗം 2 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ശബരിമലയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നും അത് ശബരിമലയിലെ അല്ലെങ്കിൽ പന്തളത്തെ രാജാവിൽ നിന്നും ലഭിച്ചതാണ് എന്ന് പറയുന്ന 2 രേഖയുണ്ട്. ആ രേഖയാണ് അവരന്ന് ഈ ദേവസ്വം ബോർഡിൽ കാണിക്കുകയും അതാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കോടതിയിൽ ഹാജരാക്കിയ ആ രേഖയുടെ പേര് ചെമ്പഴന്നൂർ പട്ടയം എന്ന പേരിൽ ഇന്നും നമ്മൾക്ക് അല്ല കോടതിയായിട്ടോ അല്ല മറ്റേത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാലും ഇന്ന് കാണും. അങ്ങനെയാണ് ബാബുരൻ ബാബരായി അവിടെ ഒരു പള്ളി വന്നതും പിന്നെ അതൊരു മുസ്ലിം കോൺസെപ്റ്റിലേക്ക്, ഒരു മതേതര കോൺസെപ്റ്റിലേക്ക് പോയതെന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലെയിം. ഈ ഇയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഇനി ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചു. ബാബുരൻ എന്ന് പറഞ്ഞ ഭൂതഗണം ഓക്കെ അയ്യപ്പനെ സഹായിക്കാൻ അല്ലെങ്കിൽ അയ്യപ്പനെ ആശ്രിതനായിട്ട് സുഹൃത്തായി കൂടി അദ്ദേഹത്തിൻ്റെ ഈ വന്ന ജനറേഷൻ മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു കൺവെർഷൻ നടന്നിട്ടുണ്ട് അതിനിടയിൽ. അതായത് ഈ നേരത്തെ പറഞ്ഞ അച്ഛൻ ബാബുരൻ്റെ മകൾ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമിനെ ആയതുകൊണ്ട് ആ മകളെ അവർ കൺവേർട്ട് ചെയ്ത് പാത്തുമ്മയാക്കി. ഏത് ലെവൽ ഗ്രാവിറ്റിയിലേക്കാണ് ഇവർ ഈ കഥ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. ഇനിയിപ്പം അങ്ങനെയൊക്കെയാന്ന് വെച്ചോ, ഈ വന്ന ലേഡി കല്യാണം കഴിച്ച ഈ ഒരു ബാബുരൻ അദ്ദേഹവും ഈ പറഞ്ഞ ശബരിമലയിൽ ആളുകളെ ഗൈഡ് ചെയ്യാനും ആളുകളെ ഈ പറഞ്ഞ ചുക്കുകാപ്പി കൊടുക്കാനാണെങ്കിൽ പോലും അവിടെ ആ പണി കൃത്യമായി എടുത്ത് കാണും. മനസ്സിലായോ? പിന്നെ പള്ളിയാണ് പ്രശ്നം, അല്ലെങ്കിൽ പള്ളിക്കകത്തുള്ള കോൺസെപ്റ്റാണ് പ്രശ്നം, പള്ളിക്കകത്ത് നടക്കുന്ന ബിസിനസ്സാണ് പ്രശ്നം, അതോ ഇനി പള്ളി ഇരിക്കുന്നത് കൊണ്ട് നാളെ വഖഫ് ബോർഡ് വന്നിട്ട് ശബരിമല അവരുതാന്ന് പറയൂ എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ഹിന്ദു മുസ്ലിമും തമ്മിൽ ബേസിക്കലി ഇവിടെ ഒരു തരത്തിലുള്ള ഐക്യവും പാടില്ല, മതസൗഹാർദ്ദം അത് വേണ്ട. മനസ്സിലായോ? അത് അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് അയ്യപ്പനും ഈ പറഞ്ഞ വേറെ അന്യമതസ്ഥയിൽപ്പെട്ട ബാബരും തമ്മിലുള്ളൊരു റിലേഷൻ എന്തിനാ? അയ്യപ്പനെ ഹിന്ദു അയ്യപ്പൻ്റെ വഴിക്ക്, മനസ്സിലായില്ലേ? ബാബര് വഴിക്ക് പോട്ടെ. ഇവിടെ ഏതെങ്കിലും ഞാൻ ചോദിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാബർ സ്വാമി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് ഇവിടുത്തെ ഒരു മുസ്ലിങ്ങൾക്കും വിശ്വാസമില്ല. കാരണം അവർ വിശ്വസിക്കുന്നതും അവർ ആരാധിക്കുന്നതുമായിട്ടുള്ള ആ ഒരു മുസ്ലിം കോൺസെപ്റ്റിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നതോ ഒന്നും അല്ല ബാബർ പള്ളി അല്ലെങ്കിൽ ബാബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. പിന്നെ പള്ളിയായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പള്ളിയിൽ വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും
കാര്യങ്ങളും പിന്നെ പള്ളിക്ക് പുറമേ നടക്കുന്ന കുറേ കാര്യങ്ങളും അവിടെ നടക്കുന്നത്, തേങ്ങറിഞ്ഞ് പൊട്ടിക്കലും ഭസ്മം കൊടുക്കലും പരിപാടികളും ഒക്കെ. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ, ശബരിമല എന്ന് പറഞ്ഞൊരു ഫാക്ടർ ആ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? ജാതി മത വ്യത്യാസം ഇല്ലാതെ മനുഷ്യന് മനുഷ്യനായി കണ്ട്, അതല്ലേ ആ കോൺസെപ്റ്റ്. ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ സ്വാമിയാവുന്നത് എങ്ങനെ? അയാൾ അയ്യപ്പൻ സ്വയം എങ്ങനെ അയ്യപ്പനാവുന്നത്? നിങ്ങൾ ആലോചിക്കുക, അവിടെ ഇരിക്കുന്നത് അയ്യപ്പൻ, ഇവിടുന്ന് മല കയറി വ്രതം എടുത്ത് പോയി കറുപ്പും ഇട്ട് വ്രതം എടുത്ത് പോകുന്ന ഒരാളും അയ്യപ്പൻ, തമ്മിൽ സ്വാമി സ്വാമി എന്ന് വിളിക്കുന്നു. സോ നമ്മൾ തന്നെ ദൈവമായിട്ട് കയറി ചെല്ലുകയാണ് അവിടെ. നിങ്ങൾ ദൈവമാകുന്നു, നിങ്ങൾ ഈ വ്രതം എടുക്കുന്ന ദിവസം നിങ്ങൾ നല്ലൊരു മനുഷ്യൻ, അതായത് നിങ്ങൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല, ചീത്തത് ചെയ്യുക, ഒരു മനുഷ്യനെ നന്നാക്കാം അല്ലെങ്കിൽ നന്നാവാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് സ്വയം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതത്തിലും ഈ പറഞ്ഞ വ്രതവും സാധനങ്ങളും സുനാപ്പികളൊക്കെ വെച്ചിട്ടുള്ളത്. അതെന്തോ വഴിപാട് പോലെ ആ 10-40 ദിവസം ചെയ്തിട്ട് അതെല്ലാം കൂടി ശബരിമലയിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചുകൊണ്ട് പോകുന്നിട്ട് പിന്നെ വർഗീയത പറയാനാണോ? വാവരവിടെ ഇരുന്നോട്ട്, അവിടെ ബിസിനസ് നടക്കുകയാണെങ്കിൽ നടന്നോട്ട്. ഇന്ന് ശബരിമലയിൽ ബിസിനസ് നടക്കുന്നില്ലേ? അയ്യപ്പനെ വെച്ച് ബിസിനസ് ഉണ്ടാക്കുന്നില്ലേ? ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഹിന്ദു ദൈവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു 2-3 ദൈവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യപ്പെടുന്നൊരു ദൈവം അയ്യപ്പനാണ് അല്ലേ? ആണ്, ഉറപ്പാണ് ആ കാര്യം. അപ്പം അതിനൊരു ഷെയർ അവർക്ക് പോകരുത്, ഇതാണ് ആവശ്യം. അതോ വോട്ട് ബാങ്ക് സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വഖഫിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ടൈമാണ് ഒരു ഹിന്ദു മുസ്ലിം സാധനം അടിച്ചു വിടുക, എന്നാൽ പിന്നെ പിടിക്കുക വാവര അയ്യപ്പനെ എന്നുള്ളത്. നിങ്ങളാ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്, അയ്യപ്പൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ വർഷാവർഷം കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും പറഞ്ഞു വന്നിട്ടുള്ളതും എന്താ? ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്, ഒരു ബോണ്ടിൻ്റെ, ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ്, മതങ്ങൾക്കപ്പുറം ഒരു 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അത് നമ്മളെ റിയൽ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലായോ? അല്ലാതെ ഇവിടെ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തായ്വേര് അന്വേഷിച്ച് പോക്കും, അല്ലെങ്കിൽ ഹിന്ദുവിനെ കണ്ടുപിടിക്കാനുള്ള പോക്കും, ഹിന്ദുവിൻ്റെ സത്വം കണ്ടുപിടിക്കാനുള്ള പോക്കും, ഹിന്ദുവായിരിക്കണം, ഹിന്ദുവിനെ ഉണർത്താനും മുസ്ലിമിനെ ഉണർത്താനും ക്രിസ്ത്യനെ ഉണർത്താനും. ബേസിക്കലി ഇവർക്കൊക്കെ മതം വിറ്റാലേ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഇവരുടെ ലൈഫിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മതം വിൽക്കണം എന്നുള്ള ആളുകളാണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം. ഇവർക്കിതാണ് ഇവരുടെ ആവശ്യം, ബേസിക് ആവശ്യം ഇതാണ്. അയ്യപ്പനെ വിൽക്കണം, പിന്നെ പടച്ചോനെ വിൽക്കണം, പിന്നെ യേശുവിനെ വിൽക്കണം. വിറ്റേ പറ്റൂ, അങ്ങനെ ജീവിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ഈക്വൽസ് മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ. ഇതാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത്. ദയവ് ചെയ്തിട്ട് യങ് ജനറേഷനിലുള്ള ഒരാളാണ് പറയുന്നത്, നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഏത് ദൈവത്തിന് വേണം നിങ്ങൾ ആരാധിച്ചോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിശ്വാസങ്ങളും ആരാധനകളും ഒക്കെ ശരിയാണ്, പക്ഷേ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. മതം നോക്കാതെയും അയാളുടെ നിറം നോക്കാതെ അങ്ങനെ വിശ്വസിക്കാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും പറ്റണം. അതാണ് എല്ലാ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലും ബേസിക്കലി പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള കുറേ ആൾക്കാർ അത് അൺഫോർച്ചുനേറ്റ്ലി ആളുകളെ ചേരി തിരിച്ച് തമ്മിൽ തല്ലിപ്പിക്കാനുള്ളൊരു ആയുധമാക്കാനും അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ടൂളാക്കാനും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.